പിന്നെ എൻ്റെ റൂമിൽ രണ്ട് പ്രാവശ്യം സ്ക്വാഡുകാർ വന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ഈ മുറിക്കകത്ത് കയറി എടുക്കാൻ നോക്കുന്നേ? മനസ്സിലായോ? ഞാൻ എൻ്റെ വീട്ടിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അത് എൻ്റെ മുറി വന്ന് പിടിക്കുന്ന നാണക്കേടല്ലേ? ഉറപ്പായിട്ടും അവർ പിടിക്കേണ്ട റോഡിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്ന എൻ്റെ കോമ്പൗണ്ടിൽ കയറുന്നതിന് മുമ്പ് അവരാണ് പിടിക്കേണ്ടത്. അവർ അല്ലാതെ വീട്ടിൽ കയറി ആവശ്യമില്ല ചെക്ക് ചെയ്യരുത്. ഒരാളെ വീട്ടിൽ കയറി ചെക്ക് ചെയ്യണ്ട. അല്ലെ പിന്നെ അത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടെന്നോ വല്ല ഹോൾസെയിൽ ഡീലറാണെന്നോ വല്ലവൻ്റെ വീട്ടിലെ കയറാമോ. അല്ല ഈ സാധാരണക്കാരിൽ എവിടെ അടിക്കുവാണെന്ന് പിടിക്കരുത് അവർ. അത് നാണക്കേടാണ്. അതാണ് തെണ്ടിത്തരം. അതിനുള്ള പ്രാപ്തി ഇല്ലെന്ന് അവർ വന്ന് തെളിയിക്കുന്നേ കാണുന്നത്. കാരണം ഈ ഇവന്റെ മൂക്കിനടി കൂടെയും ഇത്രയും വലിയ ക്യാമറയുടെയും അത്രയും പോലീസ് ഫോഴ്സും ഇത്രയും എക്സൈസും ഇത്രയും വിജിലൻസും അത്രയും തന്നെ സ്ക്വാഡും ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇത് സാധനം കിട്ടിയിട്ടുണ്ട്. ആരുടെ കുഴപ്പമാണ്? അത് എൻ്റെ വീട്ടിൽ ഒന്ന് ചെക്ക് ചെയ്യാവോ? നാണമുണ്ടോ ഇവനത് ചെയ്യാൻ? അത്രയ്ക്ക് ഉളുപ്പില്ലാത്തവന്മാർ, ഒരു ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ പോലെ തോന്നും നമുക്ക്. നമ്മുടെ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്താൽ വഴി വെച്ച് സെർച്ച് ചെയ്തോണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? അല്ല അതും വെച്ചുകൊണ്ട് വീട്ടിൽ കയറരുത്. അവിടെയാണ് ഈ കുഴപ്പമിരിക്കുന്നത്. ഇവര് വീട്ടിൽ വന്ന് പിടിക്കാനാണ്. എടോ ഇത് തുറന്നു വിട്ടേക്കുവാ. ഇത് ഇന്നലെ കണ്ട് വന്ന സാധനമാണ് MDMA. ഞാൻ വേണ്ട 7-8 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ഇത് കേരളം മൊത്തം എത്തി. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും കിട്ടുന്നു. എവിടെ നിന്ന് വിളിച്ചാൽ അവിടെ കിട്ടുന്ന ഒരു സാധനം പിടിക്കാൻ എളുപ്പമാണ്. ആരെങ്കിലും പിടിച്ചാൽ 5 പേര് നടന്നു 5 ഗ്രൂപ്പ് 5 ഒരു ഫ്ലാറ്റിൽ കയറുക. ഞങ്ങളുടെ ബിൽഡിംഗ് തന്നെ എടുക്കുക. അതിനകത്ത് ഒരു 6 ഫ്ലാറ്റ് ഉണ്ടെന്ന് എല്ലായിടത്തും കയറും. എവിടുന്നേലും ഒന്നും കിട്ടുന്ന പോലെ ആയെന്നേ. അല്ലാതെ ഇവര് പിടിച്ചതൊന്നും വലിയ പിടുത്തമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? ഇത് ആരെങ്കിലും പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ പിടിച്ചു തരാൻ വേണം MDMA. അതിന് സ്ക്വാഡും വേണ്ട, എക്സൈസും വേണ്ട, ഒരു മൈരും വേണ്ട. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു, ഒരുത്തനെ പിടിച്ചിങ്ങനെ നിർത്തുന്നു, പോക്കറ്റ് തപ്പുന്നു, കഞ്ചാവ് പിടിച്ച് പോട്ടെ പെറ്റി എത്ര എഴുതി കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. ഇവരൊക്കെ കൂടുതൽ ഞാൻ പിടിച്ചു തരാം. വേഷം പോയി എടുക്കും. നമ്മൾ വിചാരിച്ച പിടിക്കത്തില്ലേ? ഇടിയും കിടക്കും. അപ്പൊ ഇടിക്കാം. അടിക്കുന്നുണ്ട്. അത്ര സിമ്പിളാണ്. ഇവര് കാണുന്ന വാർത്ത കാണുന്നില്ലേ? അവിടെ നിന്ന് പിടിക്കും, ഇവിടെ നിന്ന് പിടിക്കും. ഇതിൽ കഴിവൊന്നും വേണ്ടേ? ഏത് പൊട്ടനും പിടിക്കാം. അതുകൊണ്ടാണ് ഈ പൊട്ടന്മാർ പിടിക്കുന്നത്. മനസ്സിലായോ? കൊള്ളാവുന്നവനാണ് ഇതിന് മുമ്പ് പിടിച്ചത്. പൊട്ടനായതുകൊണ്ടാണ് അവൻ വീട്ടിൽ വരേണ്ടി വന്നത്. എൻ്റെ എല്ലാം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരു പൊട്ടൻ വന്നു ട്രൈപോഡ് എടുത്തോണ്ട് പോയി. അതായത് യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയ്ക്ക് അവൻ ട്രൈപോഡ് തൊണ്ടിയായിട്ട് എടുത്തോണ്ട് പോയി. അപ്പൊ അത് എന്ത് തന്നെ പൊട്ടനായിരിക്കും? പൊട്ടന്മാരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടാണ്. മനസ്സിലായല്ലേ? ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത മനുഷ്യർ പോലീസിൽ, സാമാന്യ ബുദ്ധി ഇല്ലാത്തവന്മാർ പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുക. ഇങ്ങനത്തെ ബോധവും വെളിവില്ലാത്തവരൊക്കെ വന്നിട്ട് വീട്ടിൽ കയറി തപ്പുക. വേറെ പൊട്ടനെ പറ്റി പറയുമ്പോ ഒരു പൊട്ടത്തിനും പറയുമ്പോ വേറെ പൊട്ടന്മാര് വരും. എന്തുവേണയാണ് നടക്കുന്നത്? അങ്ങനെയല്ല ചെയ്യണ്ടേ. നിന്റെ മൂക്കിനടി കൂടെ സാധനം എന്റെ വീട്ടിൽ വന്നെങ്കിൽ അത് നിന്റെ പരാജയം. അത് നീ വന്ന് ഇവിടെ എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഞാനതേ പറയത്തുള്ളൂ. അതിനകത്തോട്ട് കയറരുത് ആരും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇവിടെ ചുമ്മാ വഴിയാ പോകുന്നതിന് പിടിച്ചാൽ കിട്ടുമെന്ന്. പിച്ചക്കാരെ പിടിച്ചവരെ കഞ്ചാവ് കിട്ടും. അതിന് അങ്ങോട്ടൊന്നും പോകണ്ട. ഇതെന്റെ മാടക്കട വെച്ചിട്ടുണ്ട് ചുറ്റുപാട്. അവിടെ ചെന്ന് ചുമ്മാ കയറി ഞാൻ പഠിച്ചെടുത്തോണ്ട് തരാം. വേണം വരുന്നോ? ഇപ്പൊ എടുത്തു തരാം. ഏത് പോലീസുകാരനെ അവിടെ നിന്ന് കൈക്കൂലി മേടിക്കുന്നതെന്ന് അതും എടുത്ത് ഷൂട്ട് ചെയ്ത് തരാം. പിന്നെ ഇതിന് പോകാൻ വയ്യാത്തതുകൊണ്ട് നിന്മാരെല്ലാം ഉണ്ട് ഭയങ്കര മാന്യന്മാരും. നമ്മൾ മാത്രം മോശക്കാർ. കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട മൈരെന്ന് പറയുന്നവനാണ്. അതാണോ ഇവിടെ കാണുന്നത്? മൈരെന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ, വളി എന്ന് പറഞ്ഞാണ് ഏറ്റവും മോശക്കാരൻ. അല്ലേ മറ്റേ എന്താ സിനിമാ നടികളൊക്കെ വേദികളാണ് എഴുതി വെക്കുന്നത്. സന്തോഷവർക്ക് 17 ദിവസം അകത്തെടുക്കാൻ പറ്റും. അതെന്ത് എടുത്തരുവാ? ഞാൻ വേണേൽ അപ്പം തന്നെ വേണം ഒരുത്തിനെ പിടിച്ചു കൊടുക്കുക. ഇതിൽ കൂടുതൽ സാധനം ഇവിടെ കച്ചവടം ചെയ്യുന്നതിന് വല്ലോ. എന്താ ആർക്കും അറിയത്തില്ലേ? അയിമാര് തെണ്ടിത്തരം കാണിക്കുന്നത് ഈ തെണ്ടിത്തരമൊക്കെ നടക്കത്തുള്ളൂ. ഇവിടെ ഒരു മൈരം നടക്കത്തില്ല. ഇവിടെ ഉള്ള പിള്ളേരെ അങ്ങ് അഗ്നിമുക്തം ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ആരിറങ്ങിയിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഒരു പണിയും നടന്നിട്ടില്ല. ചുമ്മാ ഇങ്ങനെ നടന്ന് പ്രഹസന നാടകങ്ങൾ കാണിച്ച് ആൾക്കാരെ പൊട്ട് കളിപ്പിച്ച് കണ്ണി പൊടിയിട്ട് കുറച്ച് വാർത്ത ഉണ്ടാക്കി ഈ തെണ്ടിത്തരത്തിന് അതിൽ കൂടുതൽ കാശ് മേടിക്കുന്നവരെ ഇവിടെ ഉള്ളവർ. ഏറ്റവും താഴെ കിടക്കുന്നവരെല്ലാം കിട്ടി കാണത്തില്ല. ഈ ചെറിയ പോലീസുകാർക്കൊന്നും കിട്ടത്തില്ല. അവർ ചിലപ്പോൾ വല്ല തമ്പാക്ക് കച്ചവടക്കാരനെ എല്ലാം പിടിച്ചിട്ട് 500 വെച്ച് ഡെയിലി മറ്റേ പോക്കറ്റ് മണി എടുത്ത് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ മണ്ടയ്ക്ക് അങ്ങനെ അല്ല. അവിടെ നിന്ന് ഇത് ഇപ്പുറത്ത് വരണം എൻ്റെ പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വരും? തനിക്കൊന്നും ഉണ്ടോ? ധൈര്യം ഉണ്ടോ? ആ ധൈര്യം എങ്ങനെ ഉണ്ടാകുന്നത്? തനിക്കറിയാം അവിടെ പിടിക്കത്തില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഇട്ട് കൊടുക്കും. ഇതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഒരുപാടായല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ എല്ലായിടത്തും ആയില്ലേ. അപ്പൊ ഇവരിടയ്ക്ക് എന്നിട്ട് ആരെ പിടിച്ചാലും കിട്ടുമല്ലേ. അപ്പൊ ഒന്ന് ആലോചിക്കും. ഇപ്പൊ അടിക്കുന്നവർ 1,00,000 പേര്, കച്ചവടം ചെയ്യുന്നത് 10,000 പേര്. അതിനകത്ത് കച്ചവടവും ഇതും അടിയും കൂടെ ഉള്ളവരും വേറെ. അപ്പൊ തനിക്ക് ഈ 10,000 പേരെ ഇടാൻ എന്താ ജയിലോ വല്ലോ ഉണ്ട്? എല്ലാം എന്ത് വലിയ കുറ്റമാണ് ഇത്. ഇതിങ്ങനെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കും. ഇവൻ കയറുമ്പോൾ ഇവൻ അറിയാം പുറകെ തള്ളി കയറും. അപ്പൊ ഇവൻ ഇങ്ങനെ തള്ളി പുറത്ത് വരും. മനസ്സിലാവുന്ന? അവരില്ലേ കയറ്റും. ഇങ്ങനെ വിട്ടോണ്ടിരിക്കുക. ഈ മാഫിയക്ക് ഇഷ്ടം പോലെ 150 കോടി ജനമാ പണിയില്ലാതെ.
ആർക്കാ ജോലി ഉള്ളത്? ഇതെങ്കിൽ ഇത് എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ വേണ്ടേ, ഫുഡ് അടിക്കണ്ടേ? അപ്പൊ ഇത് കുറച്ച് നല്ല കച്ചവടമാണ്. ഇഷ്ടംപോലെ അടിക്കാർക്ക് നല്ലത് ഇതാ, ഈ കച്ചവടം ഏറ്റവും നല്ലത്. അപ്പൊ അവരത് ഓപ്റ്റ് ചെയ്യുന്നു. അവരെ ബിസിനസ് ആയിട്ട് നടത്തുന്നവരുണ്ട്. റീറ്റെയിൽ, ഹോൾസെയിൽ, ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ പെഡ്ലേഴ്സ് ആയിട്ട് വരുന്നവർ അവര്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ പോലീസ് എല്ലാം പിടിച്ചു വരുമ്പോൾ ഈ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന, അതായത് ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ഒരു 10,000 പേര് പിടിച്ചു കാണും. അതിനകത്ത് 1,000 പേരോ 2,000 പേരോ യൂസ് ചെയ്തവരെയും പിടിച്ചു കാണും. ഇതിന് മണ്ടയ്ക്കോട്ടുള്ള ലെയർ പിടിക്കാൻ പറ്റത്തില്ല. ഈ തോട്ടമുള്ള ആ തോട്ടത്തിലെത്തത്തില്ലെന്ന്. ഇതിന് തോട്ടം വേണ്ടേ? കഞ്ചാവ് തന്നെ ഓരോരുത്തർ വീട്ടിൽ നട്ടു വളർത്തിയതാണ് ഈ കച്ചവടത്തിന് വന്നത്, അല്ലല്ലോ. ഇത് എവിടെ നിന്ന് വന്നേക്കോ? ലോഡ് കണക്കിന് ഈ ലോഡ് അവിടെ വരുന്നുണ്ട്. ഏറ്റവും അവസാനം എന്താ പറ്റുന്നറിയോ? ഈ പാവപ്പെട്ടവൻ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് ഒരു ചെറിയ കച്ചവടം നടത്തി എങ്ങനെയും ഒരു മാസം തള്ളി നീക്കാനായിട്ട് ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ കാണാൻ അവനിത് മേടിച്ച് കഴിയുമ്പോൾ അവനെ ചെന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക, പോലീസിന്റെ ജീപ്പെ കൊണ്ട് നിരത്തി വെക്കുക. കൊണ്ട് അവനിങ്ങനെ നിൽക്കും, എന്താ അടുത്ത പരിപാടി? ഇതൊക്കെ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, വക്കീലിന് പൈസ കൊടുക്കാൻ വേണ്ടേ എന്ന് പറയുന്നത് പിടിച്ചു നിർത്തിയിട്ട് ആള് കളിക്കുക. നാണോ ഉളുപ്പോളം ചെയ്യുമോ? എനിക്ക് പറ്റത്തില്ല ചെയ്യാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആറാട്ടനെ പിടിച്ച് 2 അടിയെ കൊടുക്കാം. അതിനുള്ള വകതിരിവ് പോലും ഇല്ലാത്തവന്മാരാണ് വീഡിയോ ഒക്കെ എടുത്ത് കഞ്ചാവ് പിടിച്ചു. അതുകൊണ്ട് അവനാ വലിയ കഞ്ചാവ് കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ടവനെ 10,000 രൂപ എടുക്കാൻ കാണത്തില്ല എൻ്റെ കയ്യിൽ. അവനാണോ കഞ്ചാവ്? അവന് നീ ഒന്ന് ആലോചിക്ക്. ഇതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതിന് ഒരു 10 പേർക്ക് സപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലല്ലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അവന് ഹോൾസെയിൽ ഡീലർ ആവാൻ പറ്റത്തുള്ളൂ. അവന് കാശ് കിട്ടി, ആ കാശ് അതിന് മണ്ടയ്ക്കും പോയി. മനസ്സിലായി? ഇത് വരുന്നിടത്ത് ലോഡ് ഇവിടെ എത്തി. ഒരു ലോറി വരുന്നു, അത് 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ലോറിക്കകത്ത് 10 ചാക്ക് വെച്ചിട്ട് 5 എടുത്ത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ 50 ചാക്ക് ഉണ്ടാകുന്ന ലോറിക്കകത്ത് 10 ചാക്ക് ഇവിടെ 10 ചാക്ക് ഇവിടെ ഇത് പോയി. അയാൾക്ക് കാശ് കിട്ടി, അയാൾ പോയി. തോട്ടംകാരൻ സേഫാടേ. മനസ്സിലായോ? അവസാനം നിൽക്കുന്ന ഈ പാവപ്പെട്ടവൻ 10,000 രൂപ കൊണ്ട് ഊമ്പാൻ വന്നിട്ട് അവനെയൊക്കെ പിടിക്കാൻ വരുന്ന പോലീസിനെയൊക്കെ എന്ത് ചെയ്യും? അവരെ പിടിക്കരുത്. ശരിക്കും അവര് കൊടുത്ത് മേടിച്ച് അങ്ങ് തലേ പോയി ആ തോട്ടം പിടിക്കും. ഈ കേരളത്തിലുള്ള തോട്ടമൊക്കെ പണ്ടുള്ള പോലീസുകാർ കത്തിച്ച് കളഞ്ഞാണ്. നല്ല കഞ്ചാവാണ് അത്, വെറുതെ കത്തിച്ച്. ഇടുക്കി കൊണ്ടൊക്കെ പോയടേ. ഇപ്പൊ ആന്ധ്രയിലൊക്കെ കച്ചറ സാധനം മേടിച്ച് പിള്ളേർ വിഷം മേടിച്ചടിക്കുക. എന്നാൽ ഇത് മര്യാദയ്ക്ക് ഒന്ന് കൃഷിയൊക്കെ നടത്തി ആ ഗവൺമെന്റിന് അന്ന് ഇത് ഒന്ന് ലീഗലാക്കി ഇവർക്കൊക്കെ കൊടുക്കുക. എല്ലാവരും നമ്മുടെ കേരളത്തിൽ വന്നേനെ. ഇന്ന് ഇന്ത്യ മുഴുവൻ കേരളത്തിലെത്തിയാണ്. ഈ കാശ്മീർ ഒന്നും പോകത്തില്ല. ടൂറിസം ഡെവലപ്പ് ചെയ്തതിന് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ്. ആംസ്റ്റർഡാമിലെ മെനുവിലുള്ള പേരാണ് ഇടുക്കി ഗോൾഡ്. അതെങ്ങനെ വന്ന അവിടെ? എല്ലാവർക്കും അറിയാം ഈ സ്ട്രെയിൻ ഭയങ്കര പവർഫുൾ ആണ്. നല്ല ഒരു തരം എന്തോ ഒരു ബ്രീഡാ ആ കഞ്ചാവ്. വേടനൊക്കെ പിടിച്ച് കാര്യമല്ല, പോരാ. ഇല്ല, വേടന്റെ എത്ര 10 കിലോ പിടിച്ചിട്ട് കാര്യമുണ്ടോ? എന്താ എടാ, 10 കിലോ മേടിച്ചിട്ട് അവൻ 10 കിലോ ഒന്നിച്ചങ്ങ് തിന്നുമല്ല. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ഒരു വീട്ടിലൊരു 5 കിലോ അരി ഇരുന്ന അന്ന് മൊത്തം ഈ അരി എടുത്തങ്ങ് തിന്നുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനല്ല. ഇവൻ ചിലപ്പോൾ 10 കിലോ ഉണ്ടെങ്കിലും ഒരു വർഷം കൊണ്ട് അടിക്കുന്നെങ്കിലോ, അവൻ കൺട്രോൾഡ് യൂസർ ആണെങ്കിലോ, എന്ത് സാധനം ആയിക്കോട്ടെ, ഇപ്പൊ പിടിക്കുമ്പോൾ അങ്ങ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് മൊത്തം അന്നങ്ങ് വിഴുങ്ങാൻ പോവാണ്. അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാനാണ് ചിലപ്പോൾ ഒരു 3 മാസം എടുത്തായിരിക്കും ചിലപ്പോൾ ഒരു തരി വല്ലതും അടിക്കുകയോ 2 പെഗ് അടിച്ച് തീർക്കുകയോ ചെയ്യുന്നത്. എൻ്റെ ഒരു കുപ്പി ഇരിപ്പുണ്ട്. ആ കുപ്പി ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് 2 പെഗ് അടിക്കും. അന്ന് അവിടെ വന്നിട്ട് എടുത്ത് മാത്രം ഭയങ്കര കള്ളുകൂടിയാണല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു ലോജിക്കേ ഉള്ളൂ ഇവന്മാരുടെ ഊളത്തരത്തിന്. മനസ്സിലായി? ഒരുത്തരെ പിടിക്കുമ്പോൾ അവൻ കഞ്ചാവടിക്കാരനായി. കഞ്ചാവ് കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് കഞ്ചാവടിക്കാരനാവണോ നിർബന്ധമൊന്നുമില്ല. കഞ്ചാവ് അടിക്കുന്നവനും പ്രശ്നക്കാരനല്ലെന്നേ. പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിക്കും. ഇവിടെ കഞ്ചാവ് അടിച്ചവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നേ. ഏറ്റവും വലിയ പ്രശ്നക്കാരനെ ആരെങ്കിലും പിടിക്കുവോ? ഈ ഖജനാവൊക്കെ മുക്കുന്നത് എന്തടിച്ചിട്ടാ? അല്ലേ? കറപ്ഷൻ. ഈ പാലം പൊളിഞ്ഞില്ല, പാലാരട്ടം പാലം പണിഞ്ഞവരെല്ലാം കഞ്ചാവടിക്കാരാണ്. എന്തോരം പാലം പൊളിയുന്നു, എത്ര റോഡ് പൊളിയുന്നു. മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണു. അവിടെ മൊത്തം MDMA ആണ്. MDMA വെച്ചാ പണിതത്. അതുകൊണ്ട് ഇത് ഇടിഞ്ഞു വീണു എന്നൊക്കെയാണ് പറയുന്നത്. അവരെ പിടിക്കേ. ഈ പാവപ്പെട്ടവനെ എന്താ 500 രൂപയുടെ പിടിച്ചിട്ട് അവന്റെ നാണം കെടുത്തി അവനെ കൊണ്ട് അകത്തിട്ട് അവനെ ചിലപ്പോ അടിച്ച് അവൻ പിന്നെ ഇറങ്ങി വന്ന് ഇതല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതിനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തെ ഇടുന്നതിനകത്ത് യാതൊരു അഭിപ്രായവും ഇല്ല. അവൻ ചീത്തപ്പേര് മാറത്തില്ല. അവൻ പിന്നെ ജീവിതകാലം മൊത്തം വിറ്റേ പറ്റത്തുള്ളൂ. അവന് വേറെ പണി കിട്ടൂ. എവിടെ ചെന്നാലും അവൻ എന്തായിരിക്കും പറയുന്നത്? കഞ്ചാവ് വിറ്റ് കിടന്നാലല്ലേ നിനക്ക് എങ്ങനെ വേണം തരും? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ റീഹാബ് അല്ലേ. ഈ ജയിലിൽ കയറി അതിലും വലിയ കഞ്ചാവടിക്കാരായിട്ടാ പരിചയപ്പെടുന്നത്. ഹോൾസെയിൽ ഡീലർ നേരിട്ട് ലിങ്ക് ആയെന്ന്. എന്നിട്ട് ഇവര് അടുത്തടുത്തിട്ട് പോവാ. ആകത്തും കിട്ടും. അതാ വേറെ രസം. ആരാണെങ്കിൽ കൊറിയയിലും കണ്ട് പൂച്ചയുടെ കഞ്ചാവ്
ഡ്രഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്ക മെക്സിക്കോ തുടങ്ങിയിട്ട് കുറെ വർഷമായി ഡ്രഗ് രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഈ പറഞ്ഞ പരിപാടി വന്നിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ ഒട്ടും പറ്റത്തില്ല. കാരണം അത്രയും പോപ്പുലേഷനാ, ഇവർക്കൊന്നും പണിയില്ല, പിന്നെ അടിച്ച് പറ്റൂടെ. ഈ നശിച്ച രാജ്യത്തൊക്കെ ജീവിക്കുന്നവർ ഇത് അടിച്ചില്ലേ വേറെ എന്ത് ചെയ്യാനാ?